ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ ഉള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ താമര, ചെറിയൊരു താമര ഇന്നൊന്ന് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമുക്ക് വിരിയുന്നത്. നമ്മുടെ കയ്യിൽ ആ ഒരു വെറൈറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു വെറൈറ്റി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഏകദേശം രാവിലെ 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. മോർണിംഗിലുള്ള ഒരു ദൃശ്യമാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ താമരയാണ്. ഇതെല്ലാം ഓരോ വെറൈറ്റീസാണ്. അപ്പോൾ ഇത് നമ്മുടെ മിറക്കിളാണ്. നിറച്ച് ബഡ് വന്ന് നിൽക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. 3 ബഡോളം മിറക്കിളിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഈ ഒരു വെറൈറ്റി സുഭദ്രയാണ്. ഇതിൽ ഏകദേശമൊക്കെ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമ്മളിവിടെ പോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു താമര നടാനുള്ള ശ്രമത്തിലാണ്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു താമരയാണ്. ഫസ്റ്റിൽ ആദ്യമായിട്ട് നമുക്ക് വിരിയുകയാണ്. വെറും തീരെ പൊടിയാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് പിങ്ക് മെഡോ ആണെന്നാണ് തോന്നുന്നത്. എനിക്കും കറക്റ്റ് അറിയില്ല. ഞാൻ എഴുതി വെച്ചേക്കുന്നത് പിങ്ക് മെഡോ എന്നാണ്. പിങ്ക് മെഡോ എന്നാണ് വിചാരിക്കുന്നത്. തീരെ പൊടിയാണ്. ബൗൾ ലോട്ടസ് ആണിത്. അപ്പോൾ ഇനിയും ബഡ് വരുന്നുണ്ട്. ഇത് ലിയാംഗ്ലിയൊക്കെ വെറൈറ്റി പോലൊരു വെറൈറ്റിയാണ്. ഇതാണ്ട് ഇതും ബഡാണ്. നാളെ മിക്കവാറും ഇതും വിരിയും. അപ്പോൾ ഇത് നല്ല കണ്ടിന്യൂസ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിന് ഹൈറ്റ് ഒന്നുമില്ല. തീരെ ചെറിയ ഇലകളാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് ബൗൾ ലോട്ടസ് വെറൈറ്റി ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം ഇതിനെല്ലാം തീരെ ചെറിയ ചെറിയ ഇലകളാണ്. അതിൻ്റെ ബഡും തീരെ ചെറുതാണ്. നമ്മുടെ കൈയുടെ അത്രയൊക്കെ ഉള്ളൂ ബഡ്. നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടതാണ്. അപ്പോൾ മോർണിംഗിൽ നമ്മൾ ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ താമരയൊക്കെ നട്ടിങ്ങനെ വെച്ചേക്കുകയാണ്. പുതിയ വെറൈറ്റീസൊക്കെ നടുകയാണ്. ഇത് കമേലിയാണ് നിൽക്കുന്നത്. ബിഗിനേഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് കമേലിയ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിന് ആൾറെഡി ഇരിപ്പുണ്ട്. കുറച്ച് വെറൈറ്റീസൊക്കെ വേണ്ടുന്നവർ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി. കമേലിയയിൽ ഇപ്പം നമുക്ക് 1, 2, 3, 4, 5, 6 ഫ്ലവർ കമേലിയയിൽ ആൾറെഡി വന്നിട്ടുണ്ട്. നല്ലപോലെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കമേലിയ, അമേരി കമേലിയ. പിന്നെ അതാ നമ്മൾ നടുവാണ്. അപ്പം നമ്മൾ താമര പോട്ട് ചെയ്യുമ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്താ ഇതേപോലെയുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കളയണം. എന്നാലേ ഇതിൻ്റെ റൂട്ടിനൊക്കെ നല്ല ഒരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ചെളിയാണ്. ഇത് നനച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള കല്ലുകൾ മാക്സിമം നമ്മൾ എടുത്ത് കളയണം. എന്നിട്ട് മാത്രമേ നമ്മൾ താമര ട്യൂബേഴ്സ് നടാവുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളിലൊക്കെയാണ് നമ്മളിങ്ങനെ ഓരോ താമരയെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഡോർമൻസി കഴിഞ്ഞൊരു ടൈമാണിപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് ആണ്. ഇത് പാസ്റ്റൽ ബ്ലഡാണ്. അതിൻ്റെ ബഡും വരുന്നുണ്ട്. ഇത് പാസ്റ്റൽ ബ്ലഡ് ഇപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് വിരിയുകയാണ്. കഴിഞ്ഞ കൊല്ലം നല്ലപോലെ വിരിഞ്ഞൊരു വെറൈറ്റിയാണ്. പിന്നെ അതാണ്ട് ഇത് റിലാക്സിങ് സൺസെറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതും ചെറിയൊരു ബൗൾ ലോട്ടസ് പോലൊരു വെറൈറ്റിയാണ്. ബൗൾ ലോട്ടസ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും വലിയ ഹൈറ്റ് ഒന്നുമില്ല. അടുത്ത ബഡ് വരുന്നുണ്ട്. ഇത് റിലാക്സിങ് സൺസെറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. അത് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലെന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഈ ഫ്ലവർ കാണുമ്പോൾ അറിയാൻ പറ്റും ഏത് വെറൈറ്റിയാണ്. അപ്പോൾ ഞാനിത് മേടിച്ചപ്പോൾ ഇത് റിലാക്സിങ് സൺസെറ്റ് എന്നും പറഞ്ഞാണ് മേടിച്ചത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഇത്രയും താമരയാണ് നമ്മുടെ. അവിടെ കുറച്ച് ബോഗൻവില്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മണിമുല്ലയാണ്. മണിമുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ പൂത്ത് മണമൊക്കെ വരുന്ന ആ മുല്ലയാണ്. ഇതിപ്പം നമ്മൾ മേടിച്ച് കുറച്ച് നാളെ ആയുള്ളൂ. നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ താമരയുടെ തൈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ അല്ലാതെ നഴ്സറികൾക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പിങ്ക് ക്ലൗഡൊക്കെയാണ് ഈ വിരിഞ്ഞിരിക്കുന്നത്. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി നല്ല ബ്ലൂമേഴ്സാണ്. അതിൻ്റെ 2 ബഡ്, ചെറിയൊരു പോട്ടിലാണ് ഈ 2 ബഡ് വന്നിരിക്കുന്നത്. അതേപോലെ താണ്ട് ഇതിൽ 3 ബഡുണ്ട് ഈ ചെറിയൊരു പോട്ടി. അപ്പോൾ ഈ പോട്ടിലുകളിലൊക്കെ നമ്മൾ ബഡായിട്ടുണ്ട് എല്ലാത്തിലും. ഇതും വൈറ്റ് പിയോണിയാണ്. ഇതും വൈറ്റ് പിയോണിയാണ്. പിന്നെ നമ്മൾ ഇവിടെ
ബോഗൻവില്ലയുടെ ഒരു കളക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പുതുതായിട്ട് നമ്മളിപ്പോൾ മേടിച്ചതാണ്. ഇത് സ്നോ വൈറ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. സ്നോ വൈറ്റ്. ഇത് ചില്ലി റെഡ്. ഇത് പക്ഷെ കറക്റ്റ് കളർ എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത്രയും ഉള്ളതെന്ന് അറിയത്തില്ല. ചില്ലി റെഡിന് സാധാരണ നല്ല കളർ വരണ്ടേ, പക്ഷെ ഇതിൽ വലിയ കളർ തോന്നുന്നില്ല. നമ്മൾ മേടിച്ചപ്പോൾ ചില്ലി റെഡെന്നും പറഞ്ഞാണ് നഴ്സറിക്കാരൻ തന്നത്. പിന്നെ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫയർ ഓപ്പാൽ. ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സെറ്റ് മേടിച്ചു. നല്ല കളറാണ് കേട്ടോ. എല്ലാവരും മേടിക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ. അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയൊരു വെറൈറ്റിയാണ് ഫയർ ഓപ്പാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ചെടിയുടെ. ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ ഒരു പുൽത്തകിടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. ഇത് പേൾ ഗ്രാസ് ആണ്. നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുവാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് യുജീനിയ നമ്മൾ വെച്ചിട്ടുണ്ട്. വേരിഗേറ്റഡ് നല്ലൊരു വെറൈറ്റിയാണ് യുജീനിയയുടെ ഈ വേരിഗേറ്റഡ്. അപ്പോൾ അത് ഈ സൈഡിൽ 2 എണ്ണം നമ്മൾ യുജീനിയ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വരുന്ന ഈ ഒരു റെഡ് മൊസാണ്ട നമ്മൾ ഈ കോർണറിൽ സെറ്റ് ചെയ്തേക്കാണ്. കോർണർ ആകുമ്പോൾ ഇവിടെ നല്ല വലിയൊരു ട്രീ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു കോർണറിലാണ് നമ്മളിത് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല ഭംഗിയാണ്. ഇത് 2 പ്ലാന്റാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ പേൾ ഗ്രാസ് നട്ടിട്ട് ഇപ്പം 3 ദിവസമേ ആയുള്ളൂ. നല്ലപോലെ കിളിച്ചൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫുൾ കവർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ പേൾ ഗ്രാസ് കൊണ്ട് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. താമരയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.